ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റിൽ PF കഴിഞ്ഞു, ഗ്രാറ്റുവിറ്റി കഴിഞ്ഞു, ഏൺഡ് ലീവ് സാലറി കഴിഞ്ഞു, പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇസ് ഓവർ. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഇൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് നമുക്കറിയാം, if a person retires from his service before his actual period of retirement, then it is known as VRS or voluntary retirement scheme. So voluntary retirement scheme പോരുന്ന ആൾക്ക് കമ്പനി വിൽ പ്രൊവൈഡ് ഹിം എ കോമ്പൻസേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ടത് വെദർ ദാറ്റ് എമൗണ്ട് ഈസ് ഫുള്ളി ടാക്സബിൾ ഓർ നോട്ട്, വെദർ ദർ ആർ സം എക്സംഷൻസ് ഫോർ ഇറ്റ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ VRS എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും എലിജിബിൾ ആകേണ്ട കാലഘട്ടത്തിന് മുന്നേ അയാൾ റിട്ടയർഡായി പോകുന്നു. ഇനിയും അദ്ദേഹത്തിന് സേവനം ബാക്കി നിൽക്കെ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു പോരുന്നു. വിരമിക്കൽ ഒരു പക്ഷേ എംപ്ലോയറിൻ്റെ നിർബന്ധപ്രകാരമായിരിക്കാം. എംപ്ലോയറിന് സ്റ്റാഫിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം എംപ്ലോയിയെ പിരിച്ചുവിടുന്നതായിരിക്കാം, എംപ്ലോയറിൻ്റെ നിർബന്ധപ്രകാരം. എന്നാൽ എംപ്ലോയി സ്വമേധയാ പിരിഞ്ഞു പോകുന്നതും ആയിരിക്കാം. അല്ലെങ്കിൽ എംപ്ലോയിക്ക് തോന്നുകയാണ് ഇനി ഇത്രയും സേവനം മതി എനിക്ക് പോരാൻ എന്ന് തോന്നുകയാണെങ്കിൽ VRS സ്കീമിന് കീഴിൽ എംപ്ലോയിക്ക് പോരാം. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സംപ്റ്റഡ് ലിമിറ്റ്? സോ ഇവിടെ പറയുന്നുണ്ട്, വെൻ എ പേഴ്സൺ ടേക്സ് VRS he is eligible for exemption to the extent of the least of the following. 1. 3 months salary for each completed year of service. എത്ര വർഷമാണോ കംപ്ലീറ്റ് ചെയ്തത് സർവീസിൽ, ദാറ്റ് ഇൻറ്റു 3 months salary. ഓക്കെ, സോ നമ്പർ ഓഫ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു 3 ഇൻറ്റു സാലറി. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. സാലറി, അതായത് 3 months salary for each completed year of service. Okay, 3 months salary for each completed year of service. അതായത് മന്ത്ലി സാലറി ഇൻറ്റു 3 ഇൻറ്റു എത്രയാണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് അതെടുക്കുക. ദെൻ സെക്കൻഡ് വൺ, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, ലാസ്റ്റ് മന്ത്ലി സാലറി മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് ഓഫ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ആക്ച്വൽ റിട്ടയർമെൻറ്റ്. അപ്പോൾ എത്രയാണ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ആക്ച്വൽ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ എത്ര വർഷങ്ങളാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ വർഷം ഇൻറ്റു 12 ചെയ്യുക, എന്നാലേ മന്ത്സ് ഓഫ് സർവീസ് നമുക്ക് കിട്ടുള്ളൂ. സോ മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ആക്ച്വൽ റിട്ടയർമെൻറ്റ്. ദെൻ എമൗണ്ട് ആക്ച്വലി received. Then the fourth one is rupees 5 lakhs. Whichever is least is exempted and the balance amount is taxable. So now we have to know what is meant by salary. Salary means basic salary plus DA, and it should compulsorily be given under the terms of employment, and commission at a fixed percentage of turnover. So that is what is meant by salary. So 3 months salary for each completed year of service, salary at the time of retirement multiplied by the balance of months of service left before actual retirement, amount actually received or rupees 5 lakhs. ഈ പറഞ്ഞതിൽ ഏതാണോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സംപ്റ്റഡ്. ആൻഡ് സാലറി മീൻസ് ബേസിക് pay or basic salary plus DA should be given under the terms of employment and commission at a fixed percentage of turnover. Let's go through this question. Mr. Abu took VRS on 1st May 2019 at the age of 50 years and received rupees 7,60,000. The normal age of retirement is 58 years. He had completed 20 years of service. His monthly salary on retirement is rupees 15,000. Compute the taxable amount. Exempted amount അല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ശരി, അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സംപ്റ്റഡ് എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കണം. അത് ഏറ്റവും കുറവാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. തന്ന ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ആ തുകയ്ക്ക് മാത്രം അബു ടാക്സ് കൊടുത്താൽ മതി. അബു 7,60,60,000 രൂപയ്ക്ക് മുഴുവനും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ എങ്ങനെയാണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കാണുക? അപ്പോൾ തിയറിയിൽ ആദ്യം പറഞ്ഞത് 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കണം എന്നാണ്, അല്ലേ? 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. സാലറി തന്നിട്ടുണ്ട്, മന്ത്ലി സാലറി 15,000 ആണ്. അപ്പോൾ 3 months സാലറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻറ്റു 3, അല്ലേ? പിന്നെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20. സോ 15,000 ഇൻറ്റു 20 ഇൻറ്റു 3 gives us 9 lakhs. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്
multiplied by balance of months of service left before actual retirement. ഇവിടെ മന്ത്സ് ഓഫ് സർവീസ് എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് വന്നാലും ഇൻറ്റു 12 ചെയ്യണം. സോ 15,000 ആണ് സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ആക്ച്വൽ റിട്ടയർമെൻറ്റ്. 58 വയസ്സാണ് ശരിയായ റിട്ടയർമെൻറ്റ് ഏജ്. അബു 50 വയസ്സിൽ റിട്ടയർഡായി എന്ന് പറഞ്ഞാൽ 8 വർഷം അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ഇപ്പോഴും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. സോ അതാണ് ഇവിടെ വേണ്ടത്. ഇൻറ്റു 8 ഇൻറ്റു 12, 15,000 ഇൻറ്റു 8 ഇൻറ്റു 12. It gives us 14,40,000. The third one is actual amount received 7,60,000. Fourth one is rupees 5 lakhs. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആണ് exempted. Least is rupees 5 lakhs. So taxable amount is rupees 7,60,000 minus rupees 5 lakhs gives us rupees 2,60,000. Hope you understood this. Thank you.